139 സങ്കീർത്തനത്തില് വായിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: അവിടുന്ന് എന്റെ അന്തരംഗത്തിന് രൂപം നൽകി. അവിടുന്നാണ് എന്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്നാണ് എന്നെ മെനഞ്ഞത്. കണ്ടോ എത്ര കൃത്യമായിട്ടാ ദൈവം നിന്നെ മെനഞ്ഞ നിന്റെ അമ്മയുടെ ഉദരത്തില്. നീ വിചാരിക്കുന്നുണ്ട് ചുമ്മാ യാദൃശികമായിട്ട് വന്നൊന്നുമല്ല. നമ്മളാരും ഈ ലോകത്തിൽ യാദൃച്ഛികമായിട്ട് വന്നതൊന്നുമല്ല. നമ്മളാരും ഈ ലോകത്തില് ചുമ്മാ വന്നതല്ല. ദൈവം കൃത്യമായി ഡിസൈൻ ചെയ്ത് അമ്മയുടെ ഉദരത്തിൽ നിന്നെ മെനഞ്ഞു. എന്നിട്ട് പറയാണ്, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. വിസ്മയനീയമായി എന്നെ സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. കേട്ടോ, ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് ദൈവം നിന്നെ സൃഷ്ടിച്ചപ്പോൾ, അമ്മയുടെ ഉദരത്തിൽ നിനക്ക് ജന്മം കൊടുത്തപ്പോൾ നിന്റെ രൂപം ദൈവത്തിന് അജ്ഞാതമായിരുന്നില്ലെന്ന് കൃത്യമായിട്ട് ഈ രൂപം കണ്ടോ, ഈ കോലം കണ്ടോ, അത് കർത്താവിന് അറിയാമായിരുന്നു. എന്റെ മുടിയൊക്കെ ഇങ്ങനെ ആയിരിക്കണമെന്നും കർത്താവ് ഡിസൈൻ ചെയ്താണെന്ന്. അങ്ങനെ കർത്താവിന്റെ ഡിസൈൻ ആണത്. കർത്താവിന്റെ ഡിസൈൻ തെറ്റില്ല. കർത്താവ് നീ ഇങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചേക്കെ, എല്ലാവർക്കും ഒരേ സൗന്ദര്യവും ഒരേ അവസ്ഥ എഴുതി കഴിഞ്ഞാൽ പരസ്പരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നീ എന്താ ഈ പറയുന്നത്? എന്നെ ഞാനായി മനസ്സിലാക്കുന്നത് എന്റെ കോംപ്ലക്ഷൻ കണ്ടിട്ടാണ്. വിജിലൻസ് എന്ന് പറയുമ്പോ ഒരാളുടെ മനസ്സിൽ പോകുന്നത് ഈ ഫേസ് ആണ്. മോനെ വചനം പറയുന്നത് പോലെ സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ, എനിക്ക് ഈ രൂപം ലഭിക്കുന്നതിന്, അമ്മയുടെ ഉദരത്തിൽ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എത്ര മനോഹരമാണ് നോക്കിക്കേ. അതാ പറഞ്ഞത്, മോളെ നീ യാദൃശ്യമൊന്നുമല്ല, നീ ചുമ്മാ ഈ ഭൂമിയിലേക്ക് വന്നതല്ല. നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. നിന്നിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട ചില ദൈവിക നിയോഗങ്ങളുണ്ട് ഈ ലോകത്തിൽ. അത് 10 15 നീ ജീവിക്കുന്ന വർഷം നോക്കണ്ട. നിന്നിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില ദൈവിക പദ്ധതികളുണ്ട്, നിയോഗങ്ങളുണ്ട്. നീ യാദൃശ്ചികമല്ല. പറയാണ്, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. എന്ന് പറഞ്ഞാൽ 2000 എത്ര വർഷം, ഏത് വർഷമാണോ നീ ജനിച്ചത്, ആ വർഷം നീ ജനിക്കണമെന്നും ആ വർഷം മുതൽ നിനക്ക് ജീവിതം ഉണ്ടെന്നും നിന്റെ ജീവിതത്തിന്റെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും കർത്താവ് നിനക്കായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലാണ് നീ ജീവിക്കേണ്ടതെന്ന് ദൈവം ജന്മം തന്നു. ചിലരൊക്കെ ഇത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിലായിരിക്കും ജീവിക്കുന്നത്.